ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. ആദ്യം AKNM MAM HSS കാട്ടുകുളം പാലക്കാട്. ഉണ്ണികൃഷ്ണൻ സാർ, കഥാപാത്രം ഏതാണ്? കർണനാണ് കഥാപാത്രം. അപ്പോൾ കർണനാണ്. അപ്പോൾ ആരാണ് കർണനായിട്ട് വരുന്നത്? ശ്രീരാഗേട്ടനാണ് വരുന്നത്. ശ്രീരാഗേട്ടനാണ്. അപ്പോൾ നമുക്ക് ശ്രീരാഗേട്ടനെ സ്വാഗതം ചെയ്യാം അല്ലേ? കൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ മുന്നിൽ തുറക്കപ്പെടാത്ത ഹൃദയങ്ങളുണ്ടോ? ഈ സൂര്യപുത്രന്റെ ഹൃദയവ്യഥ അങ്ങേ കരുവുള്ളതാണല്ലോ. അനിവാര്യമായ ഈ ഏറ്റുപറച്ചിലിന് സർവസാക്ഷിയായ നമ്മുടെ പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് കരുത്തു പകരുന്നു. യദ്ബ്രൂവമഹം കൃഷ്ണ കടുകാനിസ്മ പാണ്ഡവാൻ പ്രിയാർത്ഥം ധാർത്തരാഷ്ട്രസ്യ തേന തപ്യേഹ്യ കർമ്മണ. അങ്ങിപ്പോൾ വാഗ്ദാനം ചെയ്ത ഹസ്തിനപുര രാജകിരീടം നാം സ്വീകരിക്കുകയാണെങ്കിൽ ഭഗവാനെ, അങ്ങേക്കറിയാമല്ലോ നമ്മുടെ ദുര്യോധന പ്രിയത. നാം അത് തീർച്ചയായും ദുര്യോധനന് സമർപ്പിക്കും. അവസാനം വരെ കൂടെ നിൽക്കാമെന്ന് നാം വാക്ക് കൊടുത്തതല്ലേ? സുയോധനന്റെ സന്തോഷം നമ്മുടെ വ്രതമല്ലേ? ആപത് ബാന്ധവനായി ഭവിച്ച സുഹൃത്തിന് ഏറെ പ്രിയപ്പെട്ട വസ്തു ലഭിച്ചിട്ടും നൽകാതിരിക്കാൻ നമുക്കാവില്ല. നമുക്കറിയാം കണ്ണ, അത് ധർമ്മച്യുതിക്ക് ഇടയാക്കുമെന്ന്. യുധിഷ്ഠിരാദികൾക്ക് മുമ്പേ അങ്ങയുടെ പിതൃസോദരിയിൽ പിറന്ന ഈ വസുഷേണനെ ബന്ധുവായ നിനക്ക് മാത്രമേ അറിയാനാകൂ. അന്ന് നിശേഷം തോച്ച പാണ്ഡവരെ രക്ഷിക്കാനായി ധാർത്തരാഷ്ട്രന് പ്രിയത്തെ പറഞ്ഞ് നാം കൃഷ്ണയെ ഉദ്ധിതവീര്യയാക്കിയില്ലേ? നഹം വാരയാമി സൂതം എന്ന് പറഞ്ഞ കൃഷ്ണയുടെ കരുത്ത് സ്വയംവര വേദിയിൽ വെച്ച് തന്നെ നാം തിരിച്ചറിഞ്ഞിരുന്നു. ആ മഹാഭാരത സഭയിൽ ഗുരുക്കന്മാരെല്ലാം കണ്ണും കാതും നാവും അടക്കി വെച്ചപ്പോൾ സന്ദർഭോചിതമായി പാണ്ഡവരെ രക്ഷിക്കാനാവുക പാഞ്ചാലിക്ക് മാത്രമാണെന്ന് നാം തിരിച്ചറിഞ്ഞിരുന്നു. അല്ലാതെ സർവസാക്ഷിയായ നമ്മുടെ പിതാവ് കണ്ടു നിൽക്കെ നാം ഒരു നാരീരത്നത്തെ വിവസ്ത്രയാക്കാൻ ഇടവരുത്തുമോ കണ്ണ? യാജ്ഞസേനിയുടെ കോപാഗ്നിയെ ഈ സൂര്യപുത്രനായ കർണനല്ലാതെ മറ്റാർക്കും അറിയാനാകില്ല, നിനക്കൊഴുകി. അന്ന് കൃഷ്ണയുടെ ഭക്തിയും ബുദ്ധിയും കൊണ്ട് ഒഴിവായതാണ് ഈ കുരുക്ഷേത്ര യുദ്ധം. ഇത് സമയമാണ്, യുദ്ധത്തിനുള്ള സമയം. ഈ യുദ്ധം ഒരു യജ്ഞമാകുന്നു. ഈ യജ്ഞത്തിൽ സർവവും സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് ക്ഷത്രിയന്മാർക്കുള്ള യജ്ഞമാകുന്നു. ഞാൻ യജിക്കപ്പെട്ടാൽ സഫലതയും, എന്നെ യജിച്ചാൽ യശസ്സും കൈവരും. അല്ലയോ ഭക്തവത്സല, നീ ഈ കർണഭക്തിയും കൈക്കൊള്ളണമേ. ശ്രീരാഗ്, അപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇനിയാണ് ചോദ്യങ്ങൾ. ഓരോ ടീമും ഓരോ ചോദ്യം വീതം ചോദിക്കും. അങ്ങനെ 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ശരി ഉത്തരത്തിന് ഓരോ ചോദ്യത്തിനും ശരി ഉത്തരത്തിന് 10 മാർക്ക് വീതവും. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ചോദിച്ച ടീമിന് 5 മാർക്കും ലഭിക്കും. സർ, അപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? ആരംഭിക്കാം. ഓരോ ടീമായിട്ട് അവരുടെ ചോദ്യം ചോദിക്കാം. ഭവൻസ് എളമക്കര കൊച്ചി, ചോദിച്ചോളൂ. കർണന്റെ തുട തുളച്ചിറങ്ങിയ വണ്ട് മുൻ ജന്മത്തിൽ ആരായിരുന്നു? എങ്ങനെയാണ് വണ്ടിന് ശാപമോക്ഷം ലഭിച്ചത്? നമ്മുടെ തുടയിൽ കൂടെ തുളച്ചു കയറിയ വണ്ട് അളർക്കൻ, വണ്ടിൻ്റെ പേര് അളർക്കൻ എന്നായിരുന്നു. ആ വണ്ട് മുൻജന്മത്തിൽ ദംസൻ എന്നൊരു രാക്ഷസനായിരുന്നു. പരശുരാമനെ കണ്ടതിനാൽ ആ വണ്ടിന് വീണ്ടും ശാപമോക്ഷം കിട്ടി. ശരിയാണോ സർ? ഉത്തരം ശരിയാണ്. ഇനി ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ, ചോദിച്ചോളൂ. പാണ്ഡവന്മാരെ വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ചോദ്യം ഒന്നുകൂടി വേണോ? പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പാണ്ഡവന്മാരെ സംബന്ധിച്ച് നമ്മുടെ പ്രത്യേകതകൾ, പാണ്ഡവന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വൈശിഷ്ട്യം. നാം അർജുനനോട് കിടപിടിക്കുന്ന ഒരു വില്ലാളിയാണ്. നകുലൻ, സഹദേവൻ, ഭീമൻ, യുധിഷ്ഠിരൻ എന്നിവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചവനാണ്. അത് തന്നെയാണോ ഉദ്ദേശിച്ചത്?
അത് മാത്രമായാൽ ഒരു പൂർണ്ണത വരുന്നില്ല. ഉത്തരം തെറ്റ് എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ എന്നാലും പാണ്ഡവന്മാരുടെ എല്ലാ പ്രത്യേകതകളും ഓരോരാളുടെയും പ്രത്യേകത എന്ന് എടുത്ത് പറഞ്ഞിട്ട് പറയുമ്പോൾ അത് പൂർണ്ണമാവും. നാം യുധിഷ്ഠിരന്റെ അത്ര ധർമ്മിഷ്ഠനല്ലെങ്കിലും അത്യാവശ്യം ധർമ്മിഷ്ഠനാണ്. അത് തന്നെ ഉദ്ദേശിച്ചത്. ആ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞാൽ മതി. ഭീമന്റെ അത്ര പരാക്രമി അല്ലെങ്കിലും പരാക്രമിയാണ്. അർജുനനോടൊപ്പം കിടപിടിക്കുന്ന വില്ലാളിയാണ്. നകുല സഹദേവന്മാരെ തോൽപ്പിക്കുന്ന വില്ലാളിയാണ്. നകുലന്റെ സൗന്ദര്യവും സഹദേവന്റെ ബുദ്ധിയും മറ്റൊക്കെ ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം CNN ഗേൾസ് ഹൈസ്കൂൾ ചേർപ്പ്. അങ്ങയുടെ ഏത് അസ്ത്രമാണ് അർജുനന്റെ കിരീടം നിലംപതിപ്പിച്ചത്? സർപ്പമുഖ ബാണം. ശരി ഉത്തരം. ശരി ഉത്തരം. അപ്പൊ എത്ര മാർക്കാണ് ശ്രീരാഗിന് ഈ റൗണ്ടിൽ എന്ന് നോക്കാം. ഉണ്ണികൃഷ്ണൻ സാർ എത്ര മാർക്കാണ് ഈ റൗണ്ടില്? ഈ പ്രശ്നോത്തരത്തിനുള്ള മാർക്ക് മാത്രം 30-30.